എനിക്ക് ഒരുപാട് അധ്യാപകരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ പല ആളുകളും എന്നോട് പലപ്പോഴും പറഞ്ഞ ഒരു മാറ്ററാണ്, ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ വലിയ ഉപകാരമാവും ഞങ്ങൾക്കും പാരന്റ്സിനും കുട്ടികൾക്കും. മിക്ക സ്കൂളുകളിലും അധ്യാപകരും അടുത്തിരിക്കുന്ന സഹപാഠികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പാരന്റ്സിനും പറയാൻ പറ്റില്ല, ശ്രദ്ധക്കുറവായിരിക്കാം, അല്ലെങ്കിൽ സമയമില്ലായ്മ ആയിരിക്കും. മക്കള് ഡ്രസ്സ് അലക്കിയിട്ടാണോ പോകുന്നത്, ഹൈജീനിക് ആയിട്ടാണോ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈവൻ അവരുടെ സോക്സ് ആവാം, യൂണിഫോം ആവാം. ചിലപ്പോൾ അവർ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ തന്നെ പ്രയാസം. അപ്പൊ ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടായിരിക്കും വീണ്ടും സ്കൂളിൽ പോകുന്നത്. സോക്സ് അതുപോലെ 1-2 ദിവസം ഇട്ട് സോക്സ് ആയിരിക്കും ഇട്ട് പോകുന്നത്. ഇത് സംഭവിക്കുന്നത് വെച്ചാൽ അധ്യാപകർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത അത്ര രീതിയിൽ സ്റ്റുഡൻസിന് ദുർഗന്ധമാണ്. കാരണം അവരടുത്തിരിക്കുമ്പോൾ തന്നെ അടുത്തുള്ള കുട്ടികൾ നീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഈ കുട്ടിയോട് അവർക്ക് പറയാൻ പറ്റില്ല. സെയിം സൈഡിൽ നിന്ന് അധ്യാപകർക്ക് പറയാൻ പറ്റില്ല നിന്നെ ബാഡ് സ്മെല്ലാണെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എഴുതിയിട്ട് ഇവരത് പറയില്ല. ദയവ് ചെയ്ത് നമ്മളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ഹൈജീനിക് കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ നഖം വെട്ടാറുണ്ടോ, അവരുടെ സോക്സ് സ്മെല്ല് ചെയ്യുന്നുണ്ടോ, അവരിട്ട യൂണിഫോം വൃത്തിയാണോ, അത് നനഞ്ഞ യൂണിഫോം തന്നെയാണോ, അവരിട്ടത് സ്മെല്ല് വരുന്നുണ്ടോ ചെക്ക് ചെയ്തിട്ട് സ്കൂളിൽ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം ഡിയോഡ്രൻസ്, വില കൂടിയ പെർഫ്യൂംസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. ഇന്ന് മാർക്കറ്റിൽ 150-200 റുപ്പീസിനൊക്കെ നല്ല ഡിയോഡ്രൻസ് അവൈലബിൾ ആണ്. അവിടെ ഹൈജീനിക്കും നല്ല യൂണിഫോമും പ്ലസ് ഗുഡ് സ്മെല്ലും ഇത് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പാരന്റ്സും കുട്ടികളും ഇത് ശ്രദ്ധിക്കണം.